ഹായ്, എന്നെ ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കോഫി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാനിൽ 1.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്ത് അത് ചെറു ചൂടോടുള്ളതായിരിക്കണം. അതിനകത്ത് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതായത് പ്ലഫി പരുവ ആകണം. ഫ്ലഫി ആകുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് ഈ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുമ്പോൾ ഒരു കോഫി ടേസ്റ്റ് വരും. മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്രീമിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പുഡിംഗ് ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയായി. അതായത് നമ്മളെ കോഫി മിക്സ്, ഇതിനു വേണ്ടി കുറച്ച് റസ്ക് വേണം. റസ്ക് നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് ഈ കോഫി മിക്സിനകത്ത് ഓരോ റസ്കും മുക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ഈ ഹോൾസ് ഒന്നും കാണാതെ ഫുള്ളായിട്ട് ഇത് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേളിൽ നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഉണ്ടല്ലോ, അത് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല കണക്ക് വെക്കാം. അതിന് മുകളിൽ വീണ്ടും നമ്മൾ റസ്ക് കോഫി മിക്സിൽ മുക്കി വീണ്ടും 3rd ലെയറായിട്ട് വെക്കുക. അത് വെച്ചതിന് ശേഷം നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ റസ്കിൻ്റെ മുകളിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ മിക്സ് ഇട്ട് കൊടുത്ത് നല്ല കണക്ക് ലെവലാക്കി എടുക്കാം. ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് മേളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. അതിനുശേഷം ഒരു സ്റ്റിക്ക് കൊണ്ട് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലാക്കി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.